പെരിയാറിന്റെ തീരത്ത് മണപ്പുറത്ത് പരബ്രഹ്മസ്വരൂപനായ മഹാദേവന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ആലുവ ശിവക്ഷേത്രം. ഭഗവാൻ ശ്രീരാമചന്ദ്രനുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം ഇവിടെയുണ്ട്. അതുകൊണ്ടാണ് പിതൃമോക്ഷം തേടി ബലിതർപ്പണ ചടങ്ങുകൾക്കായി നിരവധി ഭക്തർ ഇവിടെ എത്തുന്നത്. പുരാണങ്ങൾ പ്രകാരം സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് രാവണൻ പുഷ്പക വിമാനത്തിൽ പോയപ്പോൾ തടയാൻ പരമാവധി ശ്രമിച്ചു ജടായു എന്ന പക്ഷി. പ്രതിരോധം തകർന്ന് ജീവൻ നഷ്ടമായെങ്കിലും സീതയ്ക്ക് പറ്റിയ അപകടം രാമനെ അറിയിച്ചത് ജടായുവാണ്, രാമന് പ്രിയപ്പെട്ട പക്ഷി. ആ ജടായുവിന്റെ ശേഷക്രിയകൾ നടത്തിയത് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ. ഐതിഹ്യമനുസരിച്ച് അതിനായി തെരഞ്ഞെടുത്തത് ആലുവയിലെ ശിവരാത്രി മണപ്പുറം. ശ്രീരാമൻ ജടായുവിൻ്റെ ശേഷക്രിയ ചെയ്തതായിട്ടുള്ള ഒരു ഐതിഹ്യം പറയുന്നതുകൊണ്ടാണ് ഈ ബലിതർപ്പണത്തിന് പ്രാധാന്യമായിട്ട് വന്നിരിക്കുന്നത്. ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഈ ജടായുവിൻ്റെ ഇവിടെ കാണുന്ന ശരീരം ഇവിടെ കാണുകയാണ്. അപ്പോൾ ഈ രാവണൻ ഈ ചിറക് അറുത്ത് ഇട്ട സമയത്ത് ആ വീണ് കിടക്കുന്ന ആ ശരീരഭാഗത്തിൻ്റെ തലഭാഗം ആലുവയും നടുഭാഗം കടുങ്ങല്ലൂരും വാലുഭാഗം തിരുവാലൂർ എന്നുള്ളതാണ് പണ്ട് ഒരു പഴമക്കാർ പറഞ്ഞു കേട്ടിരിക്കുന്നത്. ബാക്കി ശേഷക്രിയകളൊക്കെ അപ്പോൾ ഇവിടെ തന്നെ ചെയ്യേണ്ടായത്. ത്രേതായുഗത്തിൽ രാമന്റെ പാദസ്പർശമേറ്റ് പവിത്രമായ മണ്ണാണ് ഇവിടം. രഘുവരൻ ഇവിടെ പൂജകൾ നടത്തിയതായും പറയുന്നു. വില്ലുമംഗലം സ്വാമിയാർക്ക് മഹാദേവൻ ദർശനം നൽകിയിടമെന്നും വിഗ്രഹം സ്വയംഭൂവായി ഉണ്ടായതെന്നും വിശ്വാസമുണ്ട്. ഐതിഹ്യപ്പെരുമയാൽ സമ്പന്നമായ ശ്രീരാമപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ മാത്രമല്ല, രാമനുമായി ബന്ധപ്പെട്ട പുണ്യം പേറുന്ന മറ്റമ്പലങ്ങളും ഇതുപോലുണ്ട്. രാമമന്ത്രങ്ങൾ തന്നെയാണ് ഇവിടെയും മുഖരിതമാകുന്നത്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.